ന്യൂ SCERT-യിലെ ഒരു പുതിയ സെക്ഷനാണിന്ന്. ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട്, അതായത് പുതുതായിട്ട് SCERT ആഡ് ചെയ്തതും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതും നമ്മൾ അധികം കണ്ട് ശീലിക്കാത്തതുമായ പാർട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സബ്ജക്റ്റ് വൈസ് ആയിട്ടല്ല, മിക്സ് ആയിട്ടാണ് പോകുന്നത്. കാരണം ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് അല്ലെങ്കിൽ SS പാർട്ട് അങ്ങനെ എടുക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടി അതിനേക്കാളും എഫക്റ്റീവ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോഴാണ്. അപ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ അത് കൂടുതൽ നിൽക്കുന്നത്, കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്കത് കേട്ടിരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മിക്സ് ആക്കിയിട്ട് SCERT എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുറച്ച് വർഷങ്ങൾ, കുറച്ച് ആക്റ്റും തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് പരിശോധിക്കാം. തട്ടിക്കൊണ്ടു പോകപ്പെട്ട വ്യക്തികൾക്കുള്ള വീണ്ടെടുക്കലും പുനരധിവാസവും നിയമം 1949. പലായനം ചെയ്തവർക്കുള്ള നഷ്ടപരിഹാരവും പുനരധിവാസവും നിയമം 1954. പൗരത്വ നിയമം 1955. ഇതിൽ പൗരത്വ നിയമം 1955 നമുക്കറിയാം, കാരണം അതിപ്പോൾ അമെൻഡ് ചെയ്തു. ബാക്കി രണ്ട് നിയമങ്ങളും അതിൻ്റെ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. പലായനം ചെയ്തവർക്കുള്ള നഷ്ടപരിഹാരവും പുനരധിവാസവും നിയമം 1954. തട്ടിക്കൊണ്ടുപോകപ്പെട്ട വ്യക്തികൾക്കുള്ള വീണ്ടെടുക്കലും പുനരധിവാസവും നിയമം 1949. ഇത് മേ ബി ഇതിൻ്റെ വർഷക്രമത്തിൽ ഈ ഒരു കാലാനുസൃതമായിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കാൻ ചിലപ്പോൾ. അപ്പോൾ ആദ്യം വരുന്നത് തട്ടിക്കൊണ്ടുപോകപ്പെട്ട വ്യക്തികൾക്കുള്ള വീണ്ടെടുക്കലും പുനരധിവാസവും നിയമം 1949. അതിനുശേഷം പലായനം ചെയ്തവർക്കുള്ള നഷ്ടപരിഹാരവും പുനരധിവാസവും നിയമം 1954. അതിനുശേഷം പൗരത്വ നിയമം 1955. പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നു എന്ന കാരണം ആരോപിച്ച് കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതായത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ നിലനിന്നിരുന്ന തിരഞ്ഞെടുപ്പ് കേസിൽ പ്രതികൂലമായി വിധി വരുന്നതും തിരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യപ്പെടുകയും ചെയ്യും എന്ന അവസരത്തിലാണ് ഇങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. സോ ഹൈക്കോടതി ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരും. അലഹബാദ് ഹൈക്കോടതി. പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹിക പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ പരിഹാര നിർദ്ദേശത്തിനുമായിട്ട് 1953 കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചു. ഇതാണ് കാക്ക കലേക്കർ കമ്മീഷൻ. കാക്ക കലേക്കർ കമ്മീഷൻ കേന്ദ്ര സർക്കാരാണ് നിയമിച്ചത്. 1953 പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹിക പിന്നോക്കാവസ്ഥയ്ക്കും അതിനെക്കുറിച്ച് പഠിക്കുവാനും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയായിരുന്നു ലക്ഷ്യം. ഇനി 1979 BP മണ്ഡൽ അധ്യക്ഷനായ ഒരു കമ്മീഷനെ നിയമിച്ചു. ഇതാണ് രണ്ടാം പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി രൂപപ്പെട്ട മറ്റൊരു പ്രസ്ഥാനമായിരുന്നു 1978 രൂപീകരിക്കപ്പെട്ട ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയ്മെന്റ് ഫെഡറേഷൻ. ആ വർഷം ചോദിക്കാം. ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റീസ് കമ്മ്യൂണിറ്റീസ് എംപ്ലോയ്മെന്റ് ഫെഡറേഷൻ 1978. 1990കളിൽ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ ഉയർന്നു വന്ന സ്ത്രീ മുന്നേറ്റ പ്രസ്ഥാനമായിരുന്നു ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ചാരായ വിരുദ്ധ പ്രദേശം 1990കളിലാണ്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂറാണ് പ്രദേശം. ചിപ്കോ പ്രസ്ഥാനം. നേതാവ് സുന്ദർലാൽ ബഹുഗുണ. ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ പ്രദേശങ്ങളിൽ നിന്നും വ്യവസായ ആവശ്യങ്ങൾക്കായി വൻതോതിൽ വൃക്ഷങ്ങൾ മുറിക്കുന്നതിനെതിരെ നടന്നതാണ് ചിപ്കോ പ്രസ്ഥാനം. തദ്ദേശീയ ജനതയ്ക്ക് വനവിഭവങ്ങൾക്കുമേലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് നിലകൊണ്ടു. സ്ത്രീ പങ്കാളിത്തവും നേതൃത്വവും. വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്യുന്ന സമര രീതിയായിരുന്നു. ചിപ്കോ പ്രസ്ഥാനം, സുന്ദർലാൽ ബഹുഗുണ, ഉത്തരാഖണ്ഡ്. സൈലന്റ് വാലിയിലെ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതിക്കെതിരായ പ്രസ്ഥാനമാണ് സൈലന്റ് വാലി. മഴക്കാടും ജൈവ വൈവിധ്യങ്ങളും സംരക്ഷിക്കുന്നതിനായിട്ട് നിലകൊണ്ടു. പ്രക്ഷോഭങ്ങളെ തുടർന്ന് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ നദിയിലെ സർദാർ സരോവർ പദ്ധതിക്കെതിരായി രൂപപ്പെട്ട പ്രസ്ഥാനം ഗോത്രവർഗ ജനതയുടെ കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രവർത്തിച്ചു. തദ്ദേശീയ ജനതയുടെ
ജീവനോപാധികൾ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിച്ചു. നീതിപൂർവമല്ലാത്ത കുടിയൊഴിപ്പിക്കലും പുനരധിവാസത്തിനും എതിരായിട്ട് നിലകൊണ്ടു. മേധാ പട്കറാണ് നർമ്മദ ബച്ചാവോ ആന്തോളന് നേതൃത്വം കൊടുത്തത്. മേധാ പട്കർ. ജൈവ വൈവിധ്യ നിയമം 2002. പട്ടികവർഗക്കാരുടെയും മറ്റ് പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയൽ നിയമം 2006. ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം 2013. ജൈവ വൈവിധ്യ ദിനം 2002. പട്ടികവർഗക്കാരുടെയും മറ്റ് പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയൽ നിയമം 2006. ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശം 2013. വിവരാവകാശത്തിനുള്ള പ്രസ്ഥാനവും അതിനെ തുടർന്നുണ്ടായ നിയമവും പൊതുജന പ്രക്ഷോഭങ്ങൾക്ക് ലഭിക്കുന്ന സുതാര്യതയ്ക്കും വിജയത്തിനും ഉദാഹരണമാണ്. 1990 രാജസ്ഥാനിൽ മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന സംഘടനയാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. രാജസ്ഥാനിലെ ഭീം തഹസിൽ എന്ന പിന്നോക്ക പ്രദേശത്തായിരുന്നു ആദ്യമായി പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കപ്പെട്ടത്. അപ്പം ആദ്യമായിട്ട് പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമായ പ്രദേശം രാജസ്ഥാനിലെ ഭീം തഹസിലാണ്. മേ ബി ചോദ്യം ഭീം തഹസിൽ ഏത് സംസ്ഥാനത്തുള്ള സ്ഥലം ആണെന്നായിരിക്കും. അപ്പം രാജസ്ഥാനാണ് ആൻസർ. ദ്രാവിഡ ജനതയുടെ രാഷ്ട്രീയ ശാക്തീകരണം, തമിഴ് ഭാഷയുടെ വളർച്ച, യുക്തിവാദം എന്നീ ആശയങ്ങളുടെ സ്വാധീനത്താൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ തമിഴ്നാട്ടിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ദ്രാവിഡ പ്രസ്ഥാനം. ദ്രാവിഡ സംസ്കാരത്തിനുമേൽ ബ്രാഹ്മണ സംസ്കാരം മേധാവിത്വം നേടുന്നത് ചെറുക്കുന്നതിനും ഈ പ്രസ്ഥാനം ലക്ഷ്യമിട്ടു. EV രാമസ്വാമി നായ്ക്കരുടെ ആത്മാഭിമാന പ്രസ്ഥാനത്തിന്റെ ആശയധാരയിൽ നിന്നാണ് ഈ പ്രസ്ഥാനം രൂപമെടുത്തത്. പിന്നീട് അദ്ദേഹം ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. ഇത് ദ്രാവിഡ മുന്നേറ്റ കഴകമായി മാറി. ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ തമിഴ് രാഷ്ട്രീയത്തെ സ്വാധീനിച്ച DMK 1967 അധികാരത്തിലെത്തി. മറ്റൊരു സംസ്ഥാനത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്ന വർഷം നമ്മുടെ SCERTയിൽ കൊടുത്തിരിക്കുകയാണ്. അതിനർത്ഥം അത് ചോദിക്കാനുള്ള ചാൻസ് ഒരുപാടാണ്. കാരണം ഈ അടുത്ത് തമിഴ്നാട് ഇലക്ഷൻ നടന്നു, വിജയ് മുഖ്യമന്ത്രിയായി. ആ സാഹചര്യത്തിലെല്ലാം ഈ ഒരു പാഠഭാഗത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. DMK അധികാരത്തിൽ വന്നത് 1967 ഇതിനൊക്കെ മുൻപുണ്ടായിരുന്ന ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തത് EV രാമസ്വാമി നായ്ക്കറാണ്. സോ DMK 1967 അധികാരത്തിൽ വന്നത്. കുടിയേറ്റത്തിനെതിരെ, വിശേഷിച്ച് ബംഗ്ലാദേശികളുടെ കുടിയേറ്റത്തിനെതിരെ 1979 മുതൽ 85 വരെ അസമിൽ നടന്ന പ്രക്ഷോഭമാണ് അസം പ്രക്ഷോഭം. അസം പ്രക്ഷോഭത്തിന്റെ കാലയളവ് 1979 മുതൽ 1985 വരെ. 1979 മുതൽ 1985 വരെയാണ് കുടിയേറ്റത്തിനെതിരെ, വിശേഷിച്ച് ബംഗ്ലാദേശികളുടെ കുടിയേറ്റത്തിനെതിരെയായിരുന്നു അസം പ്രസ്ഥാനം. ഖലിസ്ഥാൻ പ്രസ്ഥാനം. സിഖ് ജനതയ്ക്ക് ഖലിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം മുൻനിർത്തി പഞ്ചാബിൽ ഉയർന്നുവന്ന പ്രസ്ഥാനമാണ് ഖലിസ്ഥാൻ പ്രസ്ഥാനം. സിഖ് ജനവിഭാഗത്തിലെ തീവ്ര വിഭാഗമായിരുന്നു ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. പ്രത്യേക രാഷ്ട്രം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിനായി സായുധ മാർഗമായിരുന്നു ഇവർ സ്വീകരിച്ചത്. പ്രമുഖ സിഖ് ആരാധനാലയമായ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തെ കലാപകാരികൾ അവരുടെ കേന്ദ്രമാക്കി മാറ്റി. സുവർണ ക്ഷേത്രത്തിൽ കടന്നുകയറി തീവ്രവാദികളെ കേന്ദ്ര സർക്കാർ 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിയിലൂടെ അമർച്ച ചെയ്തു. ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്റെ 2 സിഖ് അംഗരക്ഷകരാൽ വധിക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിഖ് വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഈ കലാപത്തിൽ നിരപരാധികളായ നിരവധി സിഖുകാർ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും സിഖ് നേതാവ് ഹർചന്ദ് സിംഗ് ലോങ്കോവാളും ചേർന്ന് 1985 പഞ്ചാബ് കരാർ ഒപ്പുവെച്ചു. ഇതാണ് നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം
പഞ്ചാബ് കലാപത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ കുറിച്ചും 1984 നമുക്കറിയാം. എന്നാൽ പഞ്ചാബ് കരാർ ഒപ്പുവെച്ച വർഷവും അത് ആര് തമ്മിൽ ഒപ്പുവെച്ചു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. കാരണം നമ്മൾ താഷ്കന്റ് കരാറും ഷിംല കരാറും എല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ അതേ മോഡലിൽ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് പഞ്ചാബ് കരാർ. 1985 പഞ്ചാബ് കരാർ. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും സിഖ് നേതാവ് ഹർചന്ദ് സിംഗ് ലോങ്കോവാളും ചേർന്നിട്ടാണ് പഞ്ചാബ് കരാർ. 1985 രാജീവ് ഗാന്ധിയും ഹർചന്ദ് സിംഗ് ലോങ്കോവാളും. മിസോ നാഷണൽ ഫ്രണ്ട് നേതാവ് ലാൽ ഡെംഗെ ആണ്. ഇതിൻ്റെ ആവശ്യം മിസോ ഗോത്രവർഗക്കാർക്കായിട്ട് പ്രത്യേക രാജ്യം എന്നതാണ്. ഇതിന് പരിഹാരമായിട്ട് 1986 സമാധാന കരാർ അനുസരിച്ച് മിസോറാമിന് പ്രത്യേക അധികാരങ്ങളോടെ സമ്പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ചു. മിസോറാമിന് സമ്പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ച വർഷം 1986. മിസോറാമിന് സമ്പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ച വർഷം 1986. ഇതിലേക്ക് നയിച്ചത് മിസോ നാഷണൽ ഫ്രണ്ട് എന്ന പ്രസ്ഥാനമാണ്. അതിന് നേതൃത്വം നൽകിയത് ലാൽ ഡെംഗെ ആണ്. 1986 മിസോറാമിന് സമ്പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ചത്. നാഗ നാഷണൽ കൗൺസിൽ നേതാവ് അംഗാമി സഫു ഫിസോ ആണ്. നാഗ നാഷണൽ കൗൺസിൽ അംഗാമി സഫു ഫിസോ. നാഗ പ്രദേശങ്ങളുടെ ഏകീകരണം, സ്വയംഭരണം, ഗോത്ര സംസ്കാര സംരക്ഷണം. 2015 നാഗ സമാധാന കരാർ ഒപ്പുവെച്ചു. മിസോ നാഷണൽ ഫ്രണ്ടിന്റെ നേതാവ് ലാൽ ഡെംഗെ, നാഗ നാഷണൽ കൗൺസിലിന്റെ നേതാവ് അംഗാമി സഫു ഫിസോ. മിസോറാമിന് സമ്പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ചത് 1986. മിസോറാമിന് സമ്പൂർണ്ണ സംസ്ഥാന പദവി ലഭിച്ചത് 1986. നാഗ സമാധാന കരാറിൽ ഒപ്പുവെച്ചത് 2015.